2020 മുതൽ 2025 വരെ ലാലേട്ടൻ്റെതായി തിയേറ്ററുകളിലെത്തിയ സിനിമകൾ, ആ സിനിമകളിലെ ഹിറ്റ് ആൻഡ് ഫ്ലോപ്പ് ചിത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നോക്കി കാണാനായിട്ട് പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 2020 ലാലേട്ടൻ്റെതായിട്ട് ഒറ്റ ചിത്രം മാത്രമാണ് തിയേറ്ററിലെത്തിയത്. നമ്മളോട് വിട പറഞ്ഞു പോയ പ്രിയ സംവിധായകൻ സിദ്ദിഖിൻ്റെ സംവിധാനത്തിലെത്തിയ ബിഗ് ബ്രദർ ആയിരുന്നു ഈ ഒരു സിനിമ. 27 കോടി ബഡ്ജറ്റിൽ തയ്യാറാക്കിയ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞത് വെറും 7.85 കോടി മാത്രമാണ്. നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ ഈ ഒരു സിനിമ ഡിസാസ്റ്ററായി മാറി. 2021 2 ചിത്രങ്ങളാണ് ലാലേട്ടൻ്റെതായിട്ട് എത്തിയത്. അതിൽ ആദ്യ സിനിമയായിരുന്നു ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ വന്ന ദൃശ്യം 2. ഈ ഒരു സിനിമയ്ക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ് OTT ലഭിച്ചത്. ഈ ഒരു സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. 2021 ലാലേട്ടൻ്റെ അടുത്ത തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. ഏകദേശം 100 കോടി ബഡ്ജറ്റിനടുത്ത് തയ്യാറാക്കിയ സിനിമ ബോക്സ് ഓഫീസിൽ വലിയൊരു കളക്ഷൻ ഒന്നും നേടിയെടുക്കാൻ കഴിയാതെ നെഗറ്റീവ് റെസ്പോൺസോടുകൂടി ബോക്സ് ഓഫീസിൽ ഒരു ഡിസാസ്റ്ററായിട്ട് മാറുകയാണ് ഉണ്ടായത്. 2022 4 സിനിമകളാണ് OTT തിയേറ്ററുകളിലായിട്ടും ലാലേട്ടൻ്റെതായിട്ട് റിലീസ് ചെയ്തത്. അതിൽ ആദ്യ സിനിമയായിരുന്നു പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ വന്ന ബ്രോഡാഡി. ഈ ഒരു ചിത്രത്തിന് മിക്സഡ് റെസ്പോൺസ് ആണ് വന്നത്. ബ്രോഡാഡിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. രണ്ടാമത് എത്തിയ ചിത്രമായിരുന്നു ആറാട്ട്. വലിയ കുട്ടിഘോഷത്തോടു കൂടി എത്തിയ ചിത്രം 20 കോടി ബഡ്ജറ്റിലാണ് തയ്യാറാക്കിയത്. മുടക്ക് മുതൽ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞെങ്കിലും ബോക്സ് ഓഫീസ് ബഡ്ജറ്റിൽ ഇതൊരു ഡിസാസ്റ്റർ ആയിരുന്നു. സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മൂന്നാമത് എത്തിയ ചിത്രം OTT റിലീസായിരുന്നു 12th Man ആണ്. ഈ ഒരു സിനിമയ്ക്ക് മിക്സഡ് റെസ്പോൺസ് ആണ് വന്നത്. അധികം പ്രേക്ഷകർക്കൊന്നും ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല. ഈ 12th Man എന്ന സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. നാലാമത് എത്തിയ ചിത്രമായിരുന്നു മോൺസ്റ്റർ. ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ തയ്യാറാക്കിയ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിലും ഏറ്റവും കുറഞ്ഞ കളക്ഷൻ മാത്രമാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. നെഗറ്റീവ് റെസ്പോൺസ് വന്ന സിനിമ ബോക്സ് ഓഫീസിൽ ഡിസാസ്റ്ററായി മാറി. 2023 2 ചിത്രങ്ങളാണ് തിയേറ്റർ റിലീസ് ചെയ്തത്. അതിൽ ആദ്യ സിനിമയായിരുന്നു എലോൺ. 2.5 കോടി ബഡ്ജറ്റിൽ തയ്യാറാക്കിയ ചിത്രത്തിന് 75 ലക്ഷം രൂപ മാത്രമാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഓൾ ടൈം ഡിസാസ്റ്ററായി മാറുകയും ചെയ്തു. രണ്ടാമതെത്തിയ ചിത്രമായിരുന്നു നേര്. 12 കോടി ബഡ്ജറ്റിൽ തയ്യാറാക്കിയ സിനിമയ്ക്ക് 86 കോടിയോളം രൂപ ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്യാൻ പറ്റി. ബോക്സ് ഓഫീസിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. 2024 2 സിനിമകളാണ് ലാലേട്ടൻ്റെതായിട്ട് തിയേറ്ററിലെത്തിയത്. അതിൽ ആദ്യത്തെ സിനിമയായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. 65 കോടി ബഡ്ജറ്റിൽ തയ്യാറാക്കിയ ചിത്രം 29 കോടി മാത്രമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത്. നെഗറ്റീവ് റെസ്പോൺസ് വന്ന സിനിമ ബോക്സ് ഓഫീസിൽ ഓൾ ടൈം ഡിസാസ്റ്ററായി മാറുകയും ചെയ്തു. 2024 അവസാനം തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു ലാലേട്ടൻ്റെ സംവിധാനത്തിൽ വന്ന ബറോസ്. 65 കോടി ബഡ്ജറ്റിൽ തയ്യാറാക്കിയ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യാൻ കഴിഞ്ഞത് 18 കോടി മാത്രമാണ്. നെഗറ്റീവ് റെസ്പോൺസ് വന്ന ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ ഓൾ ടൈം ഡിസാസ്റ്ററായി മാറുകയാണ് ഉണ്ടായത്. 2025 ഈ ഒരു വർഷം ലാലേട്ടൻ്റെതായിട്ട് തിയേറ്ററിലെത്തിയ ഒരേ ഒരു സിനിമയാണ് L2 എമ്പുരാൻ. ഈ ഒരു ചിത്രം 180 കോടി ബഡ്ജറ്റിലാണ് തയ്യാറാക്കിയത്. ഇപ്പോൾ തന്നെ സിനിമ ഏകദേശം 250 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഇൻഡസ്ട്രിയൽ ഹിറ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. L2 എന്ന സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ 2020 മുതൽ 2025 വരെ ലാലേട്ടൻ്റെതായിട്ട് തിയേറ്ററുകളിലും അതുപോലെ OTT റിലീസ് ചെയ്ത സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക.